ദേശീയ ഗെയിംസിലെ കേരളത്തിന്റെ ദയനീയ പ്രകടനത്തിന് പിന്നാലെ കായിക മന്ത്രിയും കായിക സംഘടനകളും തമ്മിൽ പോരുമുറുകുന്നു. കായിക മന്ത്രിക്ക് സ്പോർട്സിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ കുറ്റപ്പെടുത്തി. പണം വാങ്ങി പുട്ടടിക്കുന്നവർ നന്നാകണമെന്ന് പറഞ്ഞ മന്ത്രിക്ക് പണം നൽകാതെ എങ്ങനെ പുട്ടടിക്കുമെന്നായിരുന്നു പരിഹാസം. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ കായിക മേഖലയിൽ നാഷണൽ ഗെയിംസിൽ ഏറ്റവും മോശപ്പെട്ട പ്രകടനമാണ് നമുക്ക് കാഴ്ചവെക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദികൾ കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രിയും സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന സ്പോർട്സ് കൗൺസിലുമാണ്. ദേശീയ ഗെയിംസിന് പിന്നാലെ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാറിന്റെ ഈ പ്രസ്താവനയാണ് കായിക മന്ത്രിയെ ചൊടിപ്പിച്ചത്. ഇതിന് മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: അദ്ദേഹത്തിൻ്റെ ഇനം ഹോക്കി എൻ്റെ അറിവിൽ കഴിഞ്ഞ 10 വർഷമായി ക്വാളിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ വിമർശിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ടോ. എന്നാൽ മന്ത്രി പറയുന്നത് വിവരക്കേടെന്നായിരുന്നു വി സുനിൽകുമാറിന്റെ മറുപടി. കേരളത്തിന്റെ കായിക മേഖലയെക്കുറിച്ച് മന്ത്രിക്ക് ഒരു ധാരണയുമില്ല. കായിക സംഘടനകളെ കള്ളന്മാരെന്ന് വിളിച്ച് മന്ത്രി അപമാനിച്ചു. കഴിഞ്ഞ 4 വർഷമായി ഒരു കായിക സംഘടനയ്ക്കും ഫണ്ട് നൽകിയിട്ടില്ലെന്നും സുനിൽകുമാർ ആരോപിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു സൈക്കിള് ആ കുട്ടികൾക്ക് സ്പോർട്സ് കൗൺസിലിൻ്റെ വകയായിട്ട് എക്യുപ്മെൻറ്റ്സ് ആണല്ലോ കൊടുക്കേണ്ടത്, വാങ്ങിക്കൊടുത്തു എന്ന് പറയാൻ കഴിയുമോ? ഒരു സൈക്കിള്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൈക്കിൾ വാങ്ങിക്കണം 5, 6, 7, 8 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൈക്കിൾ കൊണ്ടുപോയാൽ മാത്രമേ വിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇതൊന്നും അറിയാതെയാണ് മെഡല് കുറഞ്ഞതിനെ കുറിച്ച് വേറെന്ന് പറയുന്നത്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റിന്റെ പ്രസ്താവനകൾ നിരുത്തരവാദപരമെന്നായിരുന്നു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലിയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം.